ലബനീസ് കുബൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ലോഗ് ഇട്ട സമയത്ത് ഫലാഫിൽ റാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുബൂസാണ് റാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്കുള്ള ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് വെള്ളം 1 ടീസ്പൂൺ പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് നന്നായി ഒന്ന് ഫെർമെൻ്റ് ആയി വരും. എന്നിട്ടാണ് നമ്മളത് ഫ്ലോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഫ്ലോറിൽ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് മുൻപ് 2 ടീസ്പൂണ് ഓയിൽ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഫ്ലേവർലെസ് ഓയിൽ നമുക്ക് ചേർക്കാം. ഒലിവ് ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ആ കറക്റ്റ് ആ കുബൂസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി കുഴച്ച് നല്ല മയത്തിലുള്ള ഒരു ഡോ ഉണ്ടാക്കി മാറ്റണം. കുറച്ചായിട്ട് സാധാരണ നോർമൽ വെള്ളം തന്നെയാണ്, ചൂടുള്ള വെള്ളമൊന്നുമില്ല. അത് കുറച്ചായിട്ട് ചേർക്കുക. ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ അത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. സാധാരണ നമ്മൾ ഫ്ലോർ റൈസായിട്ട് വരുന്ന അത്രയും സമയം അല്ലെങ്കിൽ ഡബിൾ സൈസായിട്ട് വരുന്ന അത്രയും സമയം വെക്കാറുണ്ട്. അപ്പോൾ ഇത് അത്രയൊന്നും വെക്കേണ്ട, 1 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂർ മുൻപ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഡോ ആണിത്. ഇതിപ്പോൾ നേരത്തേതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബലൂണിലൊക്കെ തൊടുന്നത് പോലെ ആയിട്ടുണ്ട്. അത്രയും മതി. ഒരുപാട് സമയം മാറ്റി വെച്ചാൽ അത് വളരെ റൈസായിട്ട് വരേണ്ട, അത്രയൊന്നും സമയം വെയിറ്റ് ചെയ്യേണ്ട. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി മാറ്റുന്നുണ്ട്. ചെറിയ ബോൾസാക്കി മാറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുഴക്കൊന്നും വേണ്ട. ഇനി ജസ്റ്റ് ഒന്ന് നീട്ടിയിട്ട് ഒന്ന് ചെറിയ ബോൾസാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുബൂസാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ആ ബോൾസ് ചെറുതാക്കി മാറ്റുന്നത് നിങ്ങൾ സൈസിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇത് ഫലാഫിൽ റാപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് വലുപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുത്താൽ എനിക്ക് റാപ്പ് ശരിക്കും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനോണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇത്രയും വലിയ ബോൾസ് എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 12 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഫ്ലോർ ഇട്ടിട്ട് ഇത് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുബൂസിൻ്റെ പോലെ കട്ടിയിലല്ല ഇത് പരത്തിയെടുക്കുന്നത്. നൈസായിട്ട് തന്നെ സാധാരണ ചപ്പാത്തിനെക്കാട്ടിലും ഒരല്പം കൂടെ കട്ടിയിൽ അത്രേ വേണ്ടതേ ഉള്ളൂ. ഒരുപാട് കട്ടിയുള്ള കുബൂസല്ല ഇതുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ആട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മൈദയല്ല. അതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനുമായിട്ട്. പിന്നെ ഒരുപാട് സമയം നമ്മളിത് റൈസ് ആവാനൊന്നും വെക്കുന്നില്ലെങ്കിലും ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ഈസ്റ്റും കൂടെ മിക്സ് ആക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റാണ് ഇത് ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തി പത്തിരിയൊക്കെ ചുടുന്നത് പോലെ 2 ഭാഗവും വേവിച്ച് ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ പരത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണ കുബൂസിൻ്റെ അത്രയൊന്നും സമയം നമുക്ക് എടുക്കുന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.